ശിവായ. ആദ്യമേ പറയട്ടെ, ഈ ചാനലിന്റെ ഉദ്ദേശം നമ്മുടെ ആളുകൾക്ക് നമ്മുടെ സംസ്കാരത്തെപ്പറ്റിയും ഹിന്ദുമതത്തിനെ പറ്റിയും നല്ല അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്കു നമുക്കും നമ്മുടെ കുട്ടികൾക്കും മറുപടി പറയാൻ പറ്റണം. അതുകൊണ്ട് പരമാവധി ഈ ചാനൽ നമ്മുടെ ഓരോ വിശ്വാസികളായ ഹിന്ദുക്കളിലും ദയവായി എത്തിക്കണം. നമ്മുടെ സംസ്കാരം നമ്മൾ അറിയാതെ പോയാൽ മറ്റുള്ളവർ നമ്മളെ പഠിപ്പിക്കും. മുൻ വീഡിയോകളിലെ സംഗ്രഹം സാധാരണ പറയാറുണ്ട്. മിക്കവാറും എല്ലാവർക്കും അത് വിരസമായിരിക്കും. അതിനാൽ അതിനു പകരം ഞാൻ കുറച്ച് ചോദ്യോത്തരങ്ങൾ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. പഞ്ചമഹാദേവനെക്കുറിച്ച് 6 വീഡിയോകൾ ഇതിനകം ഞാൻ ചെയ്തിട്ടുണ്ട്. സദ്യോജാതൻ, വാമദേവൻ, അഘോരൻ, തത്പുരുഷൻ, ഈശാനം. ഉത്തരം മറ്റു വീഡിയോകൾ നോക്കാതെ അറിയാമെങ്കിൽ ദയവായി കമന്റ് ബോക്സിൽ ഇടുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും മഹാദേവഭക്തരാണ് എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഉത്തരം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ദയവുചെയ്ത് ബന്ധപ്പെട്ട വീഡിയോകൾ റെഫർ ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. കാരണം നമ്മുടെ ഉദ്ദേശം തന്നെ നമ്മുടെ മതത്തെയും നമ്മുടെ വിശ്വാസത്തെയും അടുത്തറിയാൻ വേണ്ടിയാണ്. 5 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ആണ് ഉദ്ദേശിക്കുന്നതാണ്. പഞ്ചമുഖ ശിവത്തിലെ ആദ്യ മുഖം ഏതാണ്? 1. വാമദേവം. 2. സദ്യോജാതം. 3. അഘോരം. 4. തത്പുരുഷം. സദ്യോജാത മുഖം ഏത് ദിക്കിലാണ് അഭിമുഖീകരിക്കുന്നത്? 1. കിഴക്ക്. 2. പടിഞ്ഞാറ്. 3. വടക്ക്. 4. തെക്ക്. വാമദേവ മുഖം ഏത് ദിക്കിലാണ്? 1. വടക്ക്. 2. തെക്ക്. 3. കിഴക്ക്. 4. പടിഞ്ഞാറ്. വാമദേവ മുഖം ഏത് തത്വത്തെ പ്രതിനിധീകരിക്കുന്നു? 1. ഭൂമി. 2. അഗ്നി. 3. ജലം. 4. വായു. അഘോരമുഖം ഏത് ദിക്കിലാണ്? 1. വടക്ക്. 2. തെക്ക്. 3. കിഴക്ക്. 4. പടിഞ്ഞാറ്. ഘോരമുഖം ഏത് തത്വത്തെ പ്രതിനിധീകരിക്കുന്നു? 1. ഭൂമി. 2. അഗ്നി. 3. ജലം. 4. വായു. തത്പുരുഷമുഖം ഏത് ദിക്കിലാണ്? 1. വടക്ക്. 2. പടിഞ്ഞാറ്. 3. തെക്ക്. 4. കിഴക്ക്. തത്പുരുഷമുഖം ഏത് തത്വത്തെ പ്രതിനിധീകരിക്കുന്നു? 1. വായു. 2. ആകാശം. 3. ഭൂമി. 4. ജലം. ഈശാനമുഖം ഏത് ദിക്കിലാണ്? 1. വടക്ക്. 2. പടിഞ്ഞാറ്. 3. തെക്ക്. 4. കിഴക്ക്. ഈശാനമുഖം ഏത് തത്വത്തെ പ്രതിനിധീകരിക്കുന്നു? 1. വായു. 2. ആകാശം. 3. ഭൂമി. 4. ജലം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് യുഗങ്ങളെപ്പറ്റിയാണ്. യുഗങ്ങളെപ്പറ്റിയും പ്രപഞ്ച സൃഷ്ടിയെപ്പറ്റിയും പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ പരമ്പരയുടെ ആദ്യ ഭാഗമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഈ പരമ്പരയിൽ ഹിന്ദു ദർശനപ്രകാരം പറയുന്ന 4 യുഗങ്ങൾ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിവയാണ്. ഇവയുടെ സ്വഭാവവും കാലപരിധിയും ക്രമമായി വിശദീകരിക്കും. എന്താണ് പ്രപഞ്ച കാലചക്രം, എങ്ങനെ ഈ ചക്രം പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ഈ പ്രപഞ്ചം ഒരിക്കൽ ഉണ്ടായി പിന്നെ എപ്പോഴും ഒരുപോലെ നിൽക്കുന്ന ഒന്നല്ല. ഇത് തുടർച്ചയായി സൃഷ്ടിക്കപ്പെടുകയും നിലനിൽക്കുകയും വീണ്ടും ലയിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ചക്രമാണ്. ഈ ചക്രം പല തലങ്ങളിലായി നടക്കുന്നു, ചെറിയ ചക്രങ്ങളിൽ നിന്ന് വലുതിലേക്ക്. യുഗങ്ങളിൽ നിന്നും മഹായുഗങ്ങളിലേക്ക്, മഹായുഗങ്ങളിൽ നിന്നും മന്വന്തരങ്ങളിലേക്ക്, മന്വന്തരങ്ങളിൽ നിന്നും കൽപ്പങ്ങളിലേക്കും അവസാനമായി ബ്രഹ്മാവിന്റെ കാലം കഴിയുന്നതുവരെ.
എന്താണ് ഈ പ്രപഞ്ചം എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ഓരോ തലവും പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന സമയത്തിന്റെ ഒരു അളവുപോലെയാണ്. ചെറിയ ചക്രങ്ങൾ വലിയ ചക്രങ്ങളുടെ ഭാഗമാണ്. ഒന്ന് തീർന്നാൽ മറ്റൊന്ന് തുടങ്ങും. ഇങ്ങനെ പ്രപഞ്ചം ഒരിക്കലും നിൽക്കാതെ മുന്നോട്ടു പോകുന്നു. ഓരോ ഘട്ടവും പ്രപഞ്ചത്തിന്റെ പ്രവർത്തനരീതിയെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന അത്ഭുതകരമായ ഒരു സമയമാപനമാണ്. ഇനി നമുക്ക് യുഗങ്ങളെയും മഹായുഗങ്ങളെയും പറ്റി പറയാം. ഒരു മഹായുഗം 4 യുഗങ്ങൾ ചേർന്നതാണ്. 1. സത്യയുഗം. 2. ത്രേതായുഗം. 3. ദ്വാപരയുഗം. 4. കലിയുഗം. ഈ 4 യുഗങ്ങൾ ചേർന്നതാണ് ഒരു മഹായുഗം. ഒരു മഹായുഗം അവസാനിക്കുമ്പോൾ ലോകം ഒരിക്കലും നശിക്കുന്നില്ല. അതിനുപകരം വീണ്ടും ഒരു പുതിയ സത്യയുഗം ആരംഭിച്ച് കാലചക്രം തുടർന്നുകൊണ്ടേയിരിക്കും. അതിനാൽ യുഗാന്തം എന്നാൽ ലോകാന്തമല്ല, യുഗാന്ത്യം ഒരു പുതുയുഗത്തിന്റെ തുടക്കമാണ്. ഇനി മന്വന്തരങ്ങൾ എന്താണെന്ന് നോക്കാം. മഹായുഗങ്ങളെക്കാൾ ഒരു വലിയ ഒരു കാലഘടകമാണ് മന്വന്തരം. 7 മഹായുഗങ്ങൾ ചേർന്നതാണ് ഒരു മന്വന്തരം. ഓരോ മന്വന്തരത്തിനും ഒരു പ്രത്യേക ഭരണാധികാരി ഉണ്ടായിരിക്കും. 14 മന്വന്തരങ്ങൾ ചേർന്നാണ് പ്രപഞ്ചത്തിന്റെ വലിയ ദിനമായ കൽപ്പം രൂപപ്പെടുന്നത്. ഇപ്പോൾ 7ാമത്തെ മന്വന്തരം ആണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് വൈവസ്വത മനു എന്ന് പരിചയപ്പെടാം. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് വൈവസ്വത മനുവിന്റെ കാലഘട്ടത്തിൽ ആണ്. ഈ മന്വന്തരത്തിന്റെ ഭരണാധികാരി വൈവസ്വത മനു ആണ്. ഇദ്ദേഹം സൂര്യദേവനായ വിവസ്വാൻ എന്ന ദേവന്റെ പുത്രനാണ്. വൈവസ്വത മനുവിനെ മനുഷ്യരാശിയുടെ ഇപ്പോഴത്തെ പിതാവ് എന്നും വിളിക്കുന്നു. നമ്മൾ യുഗങ്ങളെയും മഹായുഗങ്ങളെയും മന്വന്തരങ്ങളെയും പറ്റി മനസ്സിലാക്കി. അതുപോലെയുള്ള ഒരു സമയത്തിന്റെ കോലാണ് കൽപ്പം. ഇനി കൽപ്പത്തെ പറ്റി പഠിക്കാം. കൽപ്പം എന്നാൽ ബ്രഹ്മാവിന്റെ ഒരു ദിനമാണ്. ചുരുക്കത്തിൽ ബ്രഹ്മാവിന്റെ ഒരു ദിനത്തെ കൽപ്പം എന്ന് വിളിക്കുന്നു. 14 മന്വന്തരങ്ങൾ കൂടിയതാണ് ഒരു കൽപ്പം. ഓരോ കൽപ്പത്തിന്റെയും ദൈർഘ്യം 4.32 ബില്യൺ വർഷം ആണ്. ബ്രഹ്മാവിന്റെ ഒരു പൂർണ്ണദിന രാത്രി എന്നാൽ 8.64 ബില്യൺ വർഷമാണ്. ഒരു കൽപ്പം അവസാനിക്കുമ്പോൾ പ്രപഞ്ചം ഒരു വലിയ മാറ്റത്തിലേക്ക് കടക്കുന്നു. കൽപ്പാന്ത്യം എന്നാൽ പ്രളയാവസ്ഥയാണ്. ഓരോ കൽപ്പവും പൂർത്തിയാകുമ്പോൾ പ്രപഞ്ചം പ്രളയാവസ്ഥയിലേക്ക് കടക്കുന്നു. സൃഷ്ടി ഭാഗികമായി ലയിക്കുന്നു. കാരണം ബ്രഹ്മാവ് നിദ്രാവസ്ഥയിലാണ്. ബ്രഹ്മാവിന്റെ രാത്രി സമയത്ത് സൃഷ്ടി പ്രവർത്തനം നിർത്തുന്നു. പിന്നീട് പുതിയ കൽപ്പം ആരംഭിച്ച് സൃഷ്ടി വീണ്ടും പുനരാരംഭിക്കുന്നു. ഇത് ഒരു പ്രപഞ്ച ശ്വാസോച്ഛ്വാസം പോലെയാണ്. സൃഷ്ടിയും ലയവും തുടർച്ചയായി. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും നിലനിൽപ്പും ബ്രഹ്മാവിന്റെ ആയുസ്സുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ബ്രഹ്മാവ് അനന്തമായ കാലപരിധികളിൽ സൃഷ്ടിയുള്ളവർക്കും രക്ഷ നൽകുന്നവർക്കും ഒരു പ്രധാന ഘടകമാണ്. ബ്രഹ്മാവിന്റെ ഓരോ ദിവസവും സൃഷ്ടിയുടെ നിയന്ത്രണങ്ങളും ഉണ്ടാകുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതുപോലെ അനവധി കൽപ്പങ്ങൾ കടന്നുപോകുമ്പോൾ നമ്മുടേതുപോലെ ബ്രഹ്മാവിന്റെ ആയുസ്സും അവസാനിക്കുന്ന സമയം വരുന്നു. ഈ അവസാന ഘട്ടത്തെയാണ് മഹാപ്രളയം എന്ന് വിളിക്കുന്നത്. ബ്രഹ്മാവിന്റെ ആയുസ് അവസാനിക്കുമ്പോൾ സൃഷ്ടിക്കപ്പെട്ട എല്ലാ രൂപങ്ങളും ലയിക്കുകയും നശിക്കുകയും ചെയ്യും. അതായത് ഭൂമിയും ആകാശവും ദേവതകളും മനുഷ്യരും എല്ലാം ഒരു ഏകവ്യാപകമായ ശൂന്യതയിലേക്ക് തിരികെ പോകും. ഇനി എന്താണ് പുനർജനനം എന്ന് നോക്കാം. മഹാപ്രളയം എല്ലാ സൃഷ്ടികളെയും നശിപ്പിച്ച ശേഷം ഒരു ശൂന്യാവസ്ഥ സൃഷ്ടിക്കും. ഈ ശൂന്യാവസ്ഥയിൽ നിന്നും വീണ്ടും ഒരു പുതിയ സൃഷ്ടി തുടങ്ങും. ഇതിലൂടെ അവസാനം തന്നെയാണ് പുതിയ തുടക്കം എന്ന ധാരണയ്ക്ക് എത്തുന്നത്. ദാർശനികമായ അർത്ഥം ലോകത്തിന്റെ അവസാനം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അത് ശാശ്വതമായ അവസാനമല്ല. മഹാപ്രളയം എന്നത് ഒരു പുനരാരംഭത്തിനുള്ള ഇടവേളയായി മാത്രം കണ്ടാൽ മതി. അതിനാൽ അവസാനവും തുടക്കവും ഒരേ സമയത്തിലാണ്. ഈ ചക്രവാളം അനന്തമായതായി കണക്കാക്കപ്പെടുന്നു. അതായത് സൃഷ്ടിയും പ്രളയവും ആവർത്തനചക്രത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഉദാഹരണമായി എല്ലാ വർഷവും നമ്മൾ കണ്ടുവരുന്ന സീസണുകൾ പോലെയാണ് ഈ ചക്രം. ശീതകാലവും വേനലും മാറുന്നുവെങ്കിലും കാലം ഒരിക്കലും അവസാനിക്കുന്നില്ല. അതുപോലെ മഹാപ്രളയവും പിന്നീട് പുതിയ സൃഷ്ടിക്ക് വഴിയൊരുക്കുന്നു. കലിയുഗം അവസാനിക്കുമ്പോൾ പുതിയ സത്യയുഗം ആരംഭിക്കുന്നു. അതായത് ലോകം ഇല്ലാതാകുന്നില്ല. 14 മന്വന്തരങ്ങൾ കഴിഞ്ഞാൽ ഒരു കൽപ്പം പൂർത്തിയാകും. അപ്പോൾ ഒരു ചെറിയ പ്രളയം ഉണ്ടാകും.
എന്നാൽ ബ്രഹ്മാവിന്റെ ആയുസ്സിന്റെ അവസാനത്തിൽ പൂർണ്ണപ്രളയവും പുതിയ ബ്രഹ്മാവും ഉണ്ടാകും. പുതിയ സൃഷ്ടികളും ആരംഭിക്കും. ഇതിനെപ്പറ്റിയെല്ലാം വരും വീഡിയോകളിൽ കാണാവുന്നതാണ്. ചുരുക്കത്തിൽ, കലിയുഗം അവസാനിക്കുമ്പോൾ പുതിയ സത്യയുഗം ആരംഭിക്കുന്നു. എന്നാൽ ലോകം ഇല്ലാതാകുന്നില്ല. 14 മന്വന്തരങ്ങൾ കഴിഞ്ഞാൽ ഒരു കൽപ്പം പൂർത്തിയാകും. അപ്പോൾ ചെറിയ പ്രളയവും ഉണ്ടാകും. ബ്രഹ്മാവിന്റെ ആയുസ്സിന്റെ അവസാനം. പൂർണ്ണ പ്രപഞ്ചപ്രളയവും പുതിയ സൃഷ്ടിയും ഉണ്ടാകും. അവസാന വാക്കുകൾ. സമ്പൂർണ്ണ അർത്ഥം. കാലചക്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന വലിയ സത്യം ഇതാണ്. സൃഷ്ടിയും നാശവും വിരുദ്ധങ്ങൾ അല്ല, അവ പരസ്പരം പൂരകങ്ങളാണ്. ഓരോ അവസാനവും ഒരു പുതിയ തുടക്കത്തിലേക്കുള്ള വാതിലാകുന്നു. ഹിന്ദു ദർശനപ്രകാരം പറയുന്ന 4 യുഗങ്ങളെക്കുറിച്ച്: സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഓരോ യുഗത്തിന്റെയും സ്വഭാവം, ധാർമ്മിക നില, മനുഷ്യരുടെ ആയുസ്, ജീവിതരീതി, അത് എങ്ങനെ ആരംഭിച്ചു, എങ്ങനെ അവസാനിക്കുന്നു എന്നും വിശദമായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നു. ഓരോ യുഗവും മറ്റൊന്നിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാണ്? ധർമ്മം ഓരോ യുഗത്തിലും എങ്ങനെ മാറുന്നു? ഇപ്പോഴത്തെ കലിയുഗത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇവയെല്ലാം അടുത്ത വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം. ഉപസംഹാരം. കലിയുഗം അവസാനിക്കുമ്പോൾ പുതിയ സത്യയുഗം ആരംഭിക്കുന്നു. ലോകം ഇല്ലാതാകുന്നില്ല. 14 മന്വന്തരങ്ങൾ കഴിഞ്ഞാൽ ഒരു കൽപ്പം പൂർത്തിയാകും. വലിയ പ്രളയം. ബ്രഹ്മാവിന്റെ ആയുസ്സിന്റെ അവസാനം. മുഴുവൻ പ്രപഞ്ചവും പൂർണ്ണമായി ലയിക്കുന്നു. പുതിയ സൃഷ്ടി ആരംഭിക്കുന്നു. ഇനി ചെറിയ അറിവ് പരിശോധന. ഉത്തരങ്ങൾ അവസാനം കൊടുത്തിട്ടുണ്ട്. ഹിന്ദുമതം പ്രപഞ്ചത്തെ എങ്ങനെ കാണുന്നു? 1. തുടർച്ചയായ സൃഷ്ടി, സ്ഥിതി, ആ ലയം ചക്രമായി. 2. ഒരിക്കൽ സൃഷ്ടിച്ചു നിൽക്കുന്ന ഘടനയായി. 3. മനുഷ്യർ നിയന്ത്രിക്കുന്ന സംവിധാനമായി. 4. നക്ഷത്രങ്ങളുടെ ചലനമായി. ഒരു മഹായുഗത്തിൽ എത്ര യുഗങ്ങൾ ഉണ്ട്? 1, 2, 2, 3, 3, 4, 4, 5. ഒരു മന്വന്തരം എത്ര മഹായുഗങ്ങൾ അടങ്ങുന്നു? 1, 14, 2, 71, 3, 108, 4, 1000. ഒരു കൽപ്പം എന്താണ്? 1. ഒരു നക്ഷത്രത്തിന്റെ ആയുസ്. 2. ഒരു ദേവന്റെ കാലഘട്ടം. 3. ബ്രഹ്മാവിന്റെ ഒരു ദിനം. 4. ഒരു യുഗത്തിന്റെ പകുതി. ഒരു കൽപ്പത്തിൽ എത്ര മന്വന്തരങ്ങൾ ഉണ്ട്? 10, 12, 14, 7. ഉത്തരങ്ങൾ: തുടർച്ചയായ സൃഷ്ടി, സ്ഥിതി, ആ ലയം ചക്രമായി. 4, 71. ബ്രഹ്മാവിന്റെ ഒരു ദിനം. 14 മന്വന്തരങ്ങൾ. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ വീഡിയോകളിൽ ശ്രദ്ധിച്ചു കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമായി ഉപയോഗിച്ച് വിജയം നേടാൻ കഴിയും. കൂടാതെ തടസ്സങ്ങളെ എങ്ങനെ നേരിടാം എന്നും ചിന്തിക്കാം. ഈ ചാനൽ മഹാദേവ ഭക്തിയോടൊപ്പം ഭക്തനെ ആത്മീയമായും മാനസികമായും ശക്തിപ്പെടുത്തുന്ന വിധത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് വെറുതെ കേൾക്കാൻ മാത്രം അല്ല, ചിന്തിക്കാനും പരിശ്രമിക്കാനും ആത്മവിശ്വാസം വളർത്താനും സഹായിക്കുന്ന ഒരു മാർഗമാണ്. മഹാദേവൻ പറയുന്നത് ഇതാണ്: സമയം തന്നെ ശത്രുവല്ല, നമ്മൾ അതിൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് വിധിയെ രൂപപ്പെടുത്തുന്നത്. ഇവിടെയാണ് വാമദേവ മുഖത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇതാണ്: ഗുളികകാലം പോലും നല്ലതാക്കി മാറ്റാൻ കഴിയും. സാധാരണയായി ഗുളികകാലം ഒരു മോശം സമയമായാണ് പറയപ്പെടുന്നത്. എന്നാൽ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് പിന്നീട് ആവർത്തിക്കപ്പെടുന്ന പ്രവണതകളായി മാറുന്നത്. ആ സമയം വെറുതെ ഇരിക്കുകയോ നെഗറ്റീവ് ചിന്തകളിൽ മുങ്ങുകയോ ചെയ്താൽ അവ തന്നെയാണ് കൂടുതൽ ശക്തമാകുന്നത്. പക്ഷേ അതേ സമയത്ത് പഠനം, ധ്യാനം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നല്ല കാര്യങ്ങൾ ചെയ്താൽ അവയും തന്നെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടും. വാമദേവൻ നല്ല പ്രവണതകളെ പോഷിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിൽ സൗമ്യത, വളർച്ച, സ്ഥിരത എന്നിവ നൽകുന്ന മഹാദേവന്റെ മുഖമാണ്.
അതുകൊണ്ടുതന്നെ ഗുളികകാലം പോലും വാമദേവന്റെ അനുഗ്രഹത്തോടെ നല്ലതിന്റെ തുടക്കമാക്കാൻ കഴിയുന്ന സമയമാണ്. പ്രേക്ഷകരുടെ സൗകര്യാർത്ഥം താഴെ പറയുന്ന വീഡിയോ പ്ലേലിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സമയം ഉണ്ടാകുമ്പോൾ കാണണം. ഇതെല്ലാം നമുക്ക് മാനസികമായ പല ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നതും മനസ്സിനെ ബലപ്പെടുത്തുന്നതും ദൈവത്തിൽ ഉള്ള വിശ്വാസം ഉറപ്പിക്കുന്നതും ആണ്. സനാതനധർമ്മ മഹാദേവന്റെ രൂപങ്ങൾ, മനുഷ്യ ശരീരത്തിലെ ചക്രങ്ങൾ, സപ്തഗംഗ, ശിവന്റെ ശരീരത്തിലെ നാഗശക്തികൾ, മഹാദേവൻ ആത്മീയയാത്ര, പഞ്ചമുഖ ശിവൻ. താഴെ പറയുന്ന വീഡിയോകൾ വൈകാതെ കാണാവുന്നതാണ്. ഈ വീഡിയോ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്നും നന്ദി. കൂടാതെ ഈ വീഡിയോ ചെയ്യാൻ പ്രചോദനം നൽകുന്ന ഏറ്റുമാനൂരപ്പന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അഷ്ടവസുക്കൾ, അഷ്ടദിക്ക് പാലകർ, മഹാദേവൻ, പഞ്ചമുഖ പരമ്പര. എന്തുകൊണ്ട് ചിലർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ വിളക്ക് വെക്കുമ്പോൾ ദോഷം വരുന്നതായി തോന്നുന്നു? ദേവന്മാരും അസുരന്മാരും ഒരു ഭഗവാൻ ചിന്തിക്കുന്നത് ഭക്തന്റെ സന്തോഷത്തെ. മഹാദേവൻ ഭക്തനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നു. അവന്റെ സന്തോഷവും ദുഃഖവും ആശങ്കകളും മനസ്സിലാക്കുന്നു. ഭക്തനും മഹാദേവനും തമ്മിൽ പരസ്പരം ഒരു നല്ല ബന്ധം സൃഷ്ടിക്കപ്പെടുന്നു. ഈ ബന്ധം ജീവിതത്തെ നല്ല അനുഭവങ്ങളിലേക്ക് നയിക്കുന്നു. ജീവിതത്തിലെ ഓരോ നല്ല സമയവും മോശം സമയവും ഗുരുക്കന്മാരാണ്. പ്രത്യേകിച്ച് കഠിന സമയങ്ങൾ നമ്മളെ പഠിപ്പിക്കാനാണ് വരുന്നത്. അവയിൽ നിന്ന് പഠിച്ച് മഹാദേവനിൽ വിശ്വാസം നിലനിർത്തി ധൈര്യത്തോടെ ജീവിതത്തെ നേരിടുകയാണ് നമ്മുടെ ധർമ്മം. മഹാദേവൻ നമ്മളെ പരീക്ഷിക്കുന്നില്ല, നമ്മളെ ശക്തരാക്കുകയാണ്. മഹാദേവന്റെ മഹത്വം ഒരു ജന്മം കൊണ്ടുപോലും മുഴുവൻ പറയാനാവില്ല. അത്രയേറെ ആഴമുള്ളതാണ് ശിവതത്വത്തിന്റെ മഹിമ. ഈ വീഡിയോയുടെ അവസാനത്തിൽ യോഗ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി 15 മിനിറ്റ് ധ്യാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മനസ്സിന് പോസിറ്റീവ് എനർജി നൽകുകയും സമ്മർദ്ദം, ആശങ്ക, അമിതചിന്ത എന്നിവ കുറയ്ക്കാനും സഹായിക്കും. ആദ്യമായി ധ്യാനം ചെയ്യുന്നവർ 1 മിനിറ്റിൽ നിന്ന് തുടങ്ങുക. ആദ്യ ദിവസം 1 മിനിറ്റ്, അടുത്ത ദിവസം 2 മിനിറ്റ് എന്നിങ്ങനെ ക്രമമായി കൂട്ടാം. പ്രേക്ഷകർക്ക് സൗകര്യമാകാൻ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും സ്ക്രീനിൽ സമയം കാണിക്കും. ശരീരത്തിലെ എല്ലാ രക്തധമനികളിലും ഉണർവ് സൃഷ്ടിക്കുകയും ഹൃദയാരോഗ്യവും രക്തസമ്മർദ്ദവും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. നിയന്ത്രിതമായ ശ്വാസക്രമം ശ്വാസകോശങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ശ്വാസതടസ്സം പോലുള്ള അസുഖങ്ങൾ കുറയാൻ സഹായകരമാകുകയും ചെയ്യുന്നു. ഈ ധ്യാനം ഉറക്കത്തിന്റെ ഗുണനിലവാരം ഉയർത്തുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ പ്രാണവായുവിന്റെ പ്രവാഹം സജീവമാക്കുകയും ചെയ്യുന്നു. 10 സെക്കൻഡ് ഇടവേളയിൽ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം 30 തവണ ജപിക്കുന്ന രീതിയിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ മിനിറ്റിലും പുതിയ മിനിറ്റിന്റെ നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. ഇത് മാനസിക സ്ഥിരതയും ആത്മീയ ശാന്തിയും ആന്തരിക സമതുലിതാവസ്ഥയും കൈവരിക്കാൻ സഹായിക്കുന്നു. ഇത് യോഗയിലെ ഒരു അടിസ്ഥാന പ്രാക്ടീസ് ആണ്. ഭക്തിയോടെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫലം ലഭിക്കും. മനസ്സ് ശാന്തമാകട്ടെ, ചിന്തകൾ നിലയ്ക്കട്ടെ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഏറ്റുമാനൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു. യോഗ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് തുടരാം. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Namah Shivaya. Om Namah Shivaya.
Namah Shivaya. Om 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 Namah Shivaya. Om
Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om
ശിവായ. ഓം നമഃ 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 ശിവായ.